ഫ്രണ്ട്സ്, എനിക്കിവിടെ 90,000 രൂപ വരെ ലോണ് കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഏകദേശം 12 മാസത്തെ തിരിച്ചടവ് കാലാവധിയിലാണ് ഈ ലോണ് കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ളത്. 9,042 രൂപയാണ് EMI ആയിട്ട് വരുന്നത് 12 മാസത്തേക്ക്. അപ്പോൾ ഇത് ഏതാണ് ആപ്ലിക്കേഷൻ, ഈ ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. സാലറീഡ് ആയ ഒരു വ്യക്തിക്കാണ് ഈ ലോണ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു സാലറീഡ് ആയ വ്യക്തി ആണെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നതായിരിക്കും ബെറ്റർ. അല്ലാത്തവർക്ക് ഈ ലോണ് കാര്യങ്ങൾ ലഭിക്കില്ല. സാലറീഡ് ആയ വ്യക്തിക്ക് കിട്ടുന്ന ഒരു ലോണാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ നിറ എന്നാണ്. നിറ ലോൺ ആപ്പ് എന്നാണ്. ഏകദേശം 5,000 രൂപ മുതൽ 1,50,000 രൂപ വരെയാണ് ഇവർ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊസസ് ചെയ്യുന്നത്. അതിന് 350 GST, ഏകദേശം 2 to 7% GST വരുന്നുണ്ട്. അതുപോലെ ഏകദേശം 12 to 24 മാസത്തെ തിരിച്ചടവ് കാലാവധി അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഏകദേശം ഒരു എക്സാമ്പിളൊക്കെ കാണിച്ചിട്ടുണ്ട്. നമ്മളൊരു 15,000 രൂപ ലോൺ എടുക്കുകയാണെങ്കിൽ 6 മാസത്തേക്ക് ഏകദേശം നമുക്ക് കിട്ടുന്നത് 14,100 രൂപയാണ്. 2,269 രൂപയാണ് EMI. അങ്ങനത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ മെയിൻ ആയിട്ടുള്ള ലെൻഡർ എന്ന് പറയുന്നത് മുത്തൂറ്റ് ഫിനാൻസ്, അതുപോലെ IIFL ഫിനാൻസ്, HDB ഫിനാൻഷ്യൽ, പേയു ഫിനാൻസ്, നോർത്തേൺ ആർക്ക്, അങ്ങനത്തെ ഏകദേശം ലീഡിംഗ് ആയിട്ടുള്ള ലെൻഡേഴ്സ് തന്നെയാണ് ഇവരുടെ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. 100% RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള നല്ലൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ ലോണ് കാര്യങ്ങളൊക്കെ തപ്പി നടക്കണം, ഈ ആപ്ലിക്കേഷൻ ഉപകാരം. ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. അതിന് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ഞാനിവിടെ ഇംഗ്ലീഷ് കാര്യങ്ങൾ കൊടുക്കുന്നത്, ഇംഗ്ലീഷാണ് കുറച്ചുകൂടെ ബെറ്റർ. ബാക്കി മറാത്തി കാര്യങ്ങൾ നമുക്ക് അറിയാത്തതുകൊണ്ട് അതിനുശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ കാണാം ഏകദേശം ലോണിൻ്റെ ഒരു ഇത് ഏകദേശം 5,000 മുതൽ 1,50,000 രൂപയാണ് ലോൺ കൊടുക്കുന്നത്. 12 മാസത്തെ തിരിച്ചടവ് കാലാവധിയിലാണ് കൊടുക്കുന്നത്. പിന്നെ അവർ പ്രൂഫായിട്ട് ചോദിക്കും, നമുക്കൊരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ID പ്രൂഫും വേണം എന്തായാലും. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് സാലറീഡ് ആയിട്ടുള്ളവർക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുന്നത്. അപ്പോൾ അതുള്ളവർ ഈ ഒരു ലോൺ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അല്ലാത്ത ഒരു സ്കിപ്പ് അടിച്ച് പോയിക്കൂടുക. കാരണം സാലറീഡ് ആയ വ്യക്തിക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ലോൺ ലഭിക്കാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെയാണ് നോക്കാം, അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സാലറി ഡീറ്റെയിൽസ് ആണ് ആദ്യം ചോദിക്കുക. നമ്മൾ സാലറീഡ് ആണോ സെൽഫ് എംപ്ലോയ്ഡ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ സാലറീഡ് കൊടുക്കുകയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് സാലറി ലഭിക്കുന്നത്, ക്യാഷ്, ബാങ്ക് അക്കൗണ്ട്, അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയായിട്ട് ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക. പിന്നെ അവിടെ നമുക്ക് എത്രയാണ് എമൗണ്ട് ലഭിക്കുന്നത്, മാസ സാലറി എന്നുള്ളത് നമുക്ക് കൊടുത്ത് പ്രൊസീഡ് എന്ന് പറയുന്ന ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ലോഡ് ആവുന്നതായിരിക്കും. അതിനുശേഷം നമ്മുടെ ഡീറ്റെയിൽസ് കാര്യം, നമ്മൾ ഏത് ഇമെയിൽ ആണെന്നുള്ളതൊന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ നെയിം, അതായത് ആധാറിലുള്ള പോലെ തന്നെ നെയിം കൊടുക്കുക. നമുക്ക് ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ഓൾറെഡി നമ്മൾ കൊടുത്തു. പിന്നെ നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് മെയിൽ അല്ലെങ്കിൽ മാരിറ്റൽ സ്റ്റാറ്റസ്. ഈ ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നുണ്ടോ. ആ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുക. നമ്മൾ എത്ര നാളായി നമ്മുടെ വീട്ടിൽ താമസിക്കുന്നു എന്നുള്ളതൊക്കെ കൊടുക്കുക. എത്ര വർഷമായി നമ്മൾ എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് കൊടുക്കുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. അതായത് നമ്മുടെ ഡാറ്റാസ് കാര്യങ്ങളൊക്കെ അവരൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ലൊക്കേഷൻ അതുപോലെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഓക്കെ ആയി, അണ്ടർസ്റ്റുഡ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അവിടെ പിന്നെ ഈ പെർമിഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് അലോ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ അലോ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടെ ഈ ഓക്കെ ആയി, അണ്ടർസ്റ്റുഡ് എന്ന് പറയുന്നത് കൊടുക്കുക. അപ്പോൾ എനിക്കിപ്പോൾ ഏകദേശം ഇവിടെ 90,000 രൂപയാണ് ലിമിറ്റായിട്ട് അപ്രൂവൽ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിന് ശേഷം നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും. അത് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏകദേശം വിത്തിൻ 24 hours നിങ്ങൾക്ക് ഈ എമൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അതായത് സാലറി സ്ലിപ്പ് ചിലപ്പോൾ മേ ബി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് എന്തെങ്കിലും പ്രൂഫ് കാര്യങ്ങൾ, നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് എന്തെങ്കിലും HR ലെറ്ററോ കമ്പനി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക.